സോ വാട്സ്ആപ്പ് ഗായ്സ്, ദിസ് ഇസ് മീ യുവർ ഹെൽത്ത് റൈഡർ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഓമ്നിയാണ്. ചിലവർക്കൊക്കെ പരിചയം കാണും. ഇതെൻ്റെ ഫീനിക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓമ്നി, എൻ്റെ ഫീനിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, സാധാരണ ഒരു ഓമ്നി പോലെയല്ല. ഇപ്പോൾ കുറച്ചൊക്കെ കോസ്മെറ്റിക് ആയിട്ട് കുറച്ചൊക്കെ ചേഞ്ചസൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെന്താ, ഇതൊരു 1993 മോഡലാണ്. ചിലപ്പോൾ എന്നേക്കാളും 1 വയസ്സ് മൂത്തതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഈ ബമ്പറാണ്. ഇത് ഓൾറെഡി ഇവിടെ ഒരു ട്യൂബ് ബമ്പർ ഇതിനുണ്ടായിരുന്നു. അതിലോട്ട് കസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ 2 DRS കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഇവിടെ ഒരു ചെറിയൊരു ഫ്രണ്ട് സ്പ്ലിറ്റർ പോലത്തെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അലോയ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് വീൽ കപ്പാണ്. അത് ഞാൻ ബ്ലാക്ക് അടിച്ചേക്കുന്നതാണ്. പിന്നെ കുറച്ചൊക്കെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് സ്പോയിലർ ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ചെയ്തേക്കുന്നത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ വെച്ചാണ്. പിന്നെ ഒരു സ്ട്രിപ്പ് ലൈറ്റ്, റെഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡൊക്കെ എന്ന് പറയുന്ന അലുമിനിയം ചാനൽസ് വെച്ചാണ്. ഇതെല്ലാം കസ്റ്റമൈസ് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്പോയിലറിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞ ഗെയിം നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അത് ആ ഗെയിമിലെ ഒരു വണ്ടിയുടെ നോക്കിയാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് ഇടുക്കിയുടെ അറ്റത്തുള്ള അവിടെയാണ്. ബാക്കി 2 നട്ടുകളും വരുന്നത് ബോഡിക്കുള്ളിലാണ്. പിന്നെ നമ്മൾ ഇതിന് റെയിൻ ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ ലുക്ക് കൂട്ടാൻ വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്നാ മഴയൊന്നും അത്രയ്ക്ക് അടിച്ചു കയറുന്നൊന്നുമില്ല അത് വെച്ചേക്കുന്നതുകൊണ്ട്. നമ്മൾ മിററിന് ബോഡി കളർ തന്നെ ആക്കിയിട്ടുണ്ട്. ഈ മിറർ എന്ന് പറയുന്നത് ഇത് പഴയ വണ്ടിയുടെ മിററല്ല, ഇത് പുതിയ ഓമ്നിക്ക് വരുന്ന മിററാണ്. പിന്നെ അവിടെ ഒരു ക്രോം ബീഡിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ മുമ്പേ കാണിച്ചായിരുന്നല്ലോ കുറച്ച് സ്റ്റിക്കർ വർക്ക്. ഈ സ്റ്റിക്കർ ഇതാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു സ്റ്റിക്കർ വർക്ക്. അപ്പം നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നോക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ചെയ്തേക്കുന്ന ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. അവിടെ ഒരു സ്പീക്കർ ഉണ്ടായിരുന്നു, അത് പോയി. അതാണ് അവിടെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ റിയർ ക്യാമറയും പിന്നെ ഒരു AC പോലത്തെ ഒരു ഫാനും അങ്ങനത്തെ ഒക്കെ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള സീറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊക്കെ പൊടി പിടിച്ചിരിക്കുകയാണ്. പിന്നെ 2 സൈഡും പൈനിയറിൻ്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എക്സ്പ്ലോഡിൻ്റെ 12 ഇഞ്ച് സബ് വൂഫറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ 2 സ്പീക്കേഴ്സും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആംപ്ലിഫയർ വരുന്ന ബാക്കിലാണ്. പിന്നെ ഇവിടെ ഈ പാനൽസിൽ നമ്മൾ LED സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ നല്ല വെട്ടത്തിൽ കാണത്തില്ല. പിന്നെ ഇവിടെ സ്വിച്ചസും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് നീല മാത്രമായിട്ടിടാം, അല്ലെങ്കിൽ ചുവപ്പ് മാത്രമായിട്ടിടാം. 2ഉം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു റോസ് എഫക്റ്റാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൂഫർ ഈ പാനലിനോട് ഒത്തിരി അടുത്തിരിക്കുന്നതുകൊണ്ട് ആ പാനൽ എപ്പോഴും തള്ളിപ്പോരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഓഫർ ഓണാക്കി കാണിക്കാം. അതിന് മുമ്പ് വണ്ടി ഒന്ന് ഓണാക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ചാർജ് ഇറങ്ങിപ്പോയെന്ന് വരും.
ഇവിടെ ഈ ഊപ്പറിൽ ചെയ്തേക്കുന്ന ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഇത് ജസ്റ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്തേക്കുന്നതാണ്. അത് ഞങ്ങളൊക്കെ കൂടെ തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതിന് ചെയ്തേക്കുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്യുവൽ എക്സോസ്റ്റ് ആണ്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അവിടെ ഫുൾ സിസ്റ്റം ഒന്നുമല്ല, ജസ്റ്റ് ഇവിടെ 2 എക്സോസ്റ്റ് പോലെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാണ്. പിന്നെ ഈ ഡിഫ്യൂസറും പോലെയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ താഴെ ഒരു F1 ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതെല്ലാം ഒരു ഷോ പർപ്പസിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മുടെ സ്വന്തം ഡിസെപ്റ്റിക്കോൺസിൻ്റെ ലോഗോയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഓട്ടോബോട്ട്സിൻ്റെ ലോഗോയും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓമ്നിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതെന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ കണ്ടുകളയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫീനിക്സ്. ഇതേതാണ് ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചൊക്കെ തുടങ്ങിയത്. പിന്നെ ഇവനെ എല്ലാവരും കണ്ടല്ലോ, കുറച്ചൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ചൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് ലുക്ക് മാറ്റണമെന്നുണ്ടായിരുന്നു. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് വേറൊരു വണ്ടി, എനിക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും വേറൊരു വണ്ടി എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ ക്യാഷിൻ്റെ കുറച്ച് പ്രശ്നമായിരുന്നുകൊണ്ട് പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ എന്ന് വെച്ചാൽ ഒരു ഡിസൈൻ വൈസ് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ
കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് എന്തെങ്കിലും വരുത്തിയാലോ എന്ന് ആലോചിച്ചപ്പോഴാണ്. പിന്നെ ഞാനും അച്ഛനും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്തതാണ് ഈ കാണുന്നതല്ല. നിങ്ങൾ ഈ കാണുന്ന കുറേയെല്ലാം ഒക്കെ തന്നെ ഞാനും അച്ഛനും കൂടെ തന്നെ ചെയ്തതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെയൊക്കെ കൂടിയിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ വൈസും പിന്നെ എക്സ്ട്രാ ബമ്പറൊക്കെ ചെയ്തേക്കുന്നത് അതൊക്കെ വർക്ക്ഷോപ്പിലെ ചേട്ടന്മാർ ചെയ്തതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ്. പിന്നെ അവർക്കും ഒരു ഐഡിയ ഉണ്ടായാലല്ലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി അവർ ഭയങ്കര സപ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെയാണ് അതൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്നവർ മെയിനായിട്ട് അതായത് ഈ പഴയ വണ്ടി ചെയ്യുന്നവർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ ആക്കി കിട്ടുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ടെസ്റ്റിംഗ് ഇനി സെപ്റ്റംബറിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ ഇതിൻ്റെ കാര്യം എങ്ങനെയാണ്. രജിസ്ട്രേഷൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അതുകൊണ്ട് ഇതിന് ചെയ്യേണ്ടതായിട്ട് എനിക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ചിലവർ ചോദിക്കും എന്തിനാ ഈ പഴയ വണ്ടി കിട്ടിയിട്ട് ഇങ്ങനെ പണിയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പഴയ വണ്ടി എടുത്ത് പുതിയ വണ്ടിയെ വെട്ടിക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലിൽ ഇറക്കുവാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ്. പിന്നെ ഇങ്ങനത്തെ ഒക്കെ വണ്ടികൾക്കൊക്കെ സർവീസ് ചാർജും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെനിക്കൊരു വലിയ സഹായമായിരിക്കും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇത് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്, വഴിയിലൊക്കെ കിടന്നിട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും ഈ വണ്ടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഈ വണ്ടിയെ എപ്പോഴും ഉള്ളൂ. എനിക്ക് ഒത്തിരി വണ്ടി ഉണ്ടെന്നൊന്നുമല്ല പറയുന്നത്, ഈ വണ്ടിയേ ഉള്ളൂ. പക്ഷെ എന്താ ഞാൻ പറയാ, ഓൾഡ് ഈസ് ഗോൾഡ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഒരു മോട്ടോ എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ ഏതൊക്കെ വണ്ടി ഉണ്ടെങ്കിലും അത് ബാക്കിയുള്ളവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അതായത് എനിക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ വെച്ചോണ്ട് നടക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അതാണ് മെയിൻ കാര്യം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. മോഡിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കുക. പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് അമർത്തേക്കാം. കാരണം ഇതുപോലത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ദിസ് ഈസ് മീ ഹെൽക്കാറ്റ് റൈഡർ സൈനിങ് ഓഫ്. ബൈ.